ഹായ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വലിയ താല്പര്യം കാണും. ഇൻഡോർ വെക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഇതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പം എപ്പോഴും വന്ന് നോക്കി നിന്ന് വെള്ളം ഒഴിക്കാൻ പറ്റണം അങ്ങനെയൊന്നുള്ള ഇതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടയേർഡായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രോപ്പറായിട്ട് അതിന് വെള്ളം ഒഴിക്കാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ സോയിലിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് നശിച്ചു പോവും. പക്ഷെ വാട്ടർ പ്ലാന്റ്സ് ആണെങ്കിൽ കുറച്ച് നാൾ വെള്ളത്തിലായതുകൊണ്ട് അത്ര കെയർ വേണ്ട. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, ഇടയ്ക്ക് അതിൻ്റെ ഇത് ചീഞ്ഞ് പോകുന്നുണ്ടോ എന്ന് നോക്കണം, വെള്ളം മാറ്റണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ചെടി വേണം, വീട്ടിൽ വെക്കണം, ഒരു പച്ചപ്പൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വെക്കാം. അങ്ങനെ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ 2 ടൈപ്പായിട്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വെള്ളത്തിലിരുന്ന് പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോണ കുറച്ച് പ്ലാന്റ്സും, കുറച്ച് കാലം മാത്രം നമുക്ക് കട്ടിങ്സ് ഒക്കെ വെള്ളത്തിൽ വെച്ച് വീട്ടിലൊക്കെ ഒരു പച്ചപ്പിന് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറയുന്ന രീതിയിലുള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ എന്നാലും നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയൊക്കെ അങ്ങനെ നമുക്ക് പരിചയമുള്ളവരെ നിന്നൊക്കെ കുറച്ച് കട്ടിങ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വളരും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇതിനെ ഗ്രൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീറ്റായിട്ടൊക്കെ ഇരിക്കും. അതായത് യെല്ലോ ലീഫൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക. അതുപോലെ റൂട്ട്സ് നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത്, വെള്ളം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് റൂട്ട്സ് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ ഈ വെള്ളം കളയുമ്പോൾ തന്നെ നമ്മൾ ആ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം ഈ ആൽഗെ ഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അംശം ഉണ്ടെങ്കിൽ ചിലപ്പം വേര് പിന്നെ ചീഞ്ഞു പോകും. അതുകൊണ്ട് കുപ്പി നന്നായിട്ട് വാഷ് ചെയ്യാം. അത് നമുക്ക് ഇപ്പം ഒരാഴ്ച ഒക്കെ കൂടുമ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയുള്ളവരാണെങ്കിൽ, ബിസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ശനി ഞായറൊക്കെ ടൈം കിട്ടുന്ന സമയത്തോ എപ്പോഴെങ്കിലുമൊക്കെ അതൊന്ന് വാഷ് ചെയ്യുക, ബോട്ടിൽ വാഷ് ചെയ്യുക. അതുപോലെ റൂട്ട്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത് ക്ലീൻ ചെയ്യുമ്പോഴത്തെ ലീഫും ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. കാരണം വീട്ടിൻ്റെ അകത്താണെങ്കിലും ഡസ്റ്റ് വന്ന് അതിൻ്റെ മുകളിൽ ഇരിക്കും, പൊടികളൊന്നിരിക്കും. അപ്പോൾ ഇത്തിരി വളരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ലീവ്സും റൂട്ട്സൊക്കെ നന്നായിട്ട് കഴുകി കൊടുക്കണം. അതുപോലെ നമ്മൾ ആ കുപ്പി ബോട്ടിൽ നന്നായിട്ട് കഴുകി നല്ല വെള്ളം എടുക്കുക, അതിനകത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ അടുത്തൊന്നും വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ നല്ല ഗ്രോത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ അതിനെ ചെക്ക് ചെയ്തിട്ട് വെള്ളം മാറ്റി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കട്ടിങ്സ് എടുത്ത് വേറെ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് പുതിയ ഷൂട്ട്സ്